നമസ്കാരം എല്ലാ മച്ചാമാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ടെലഗ്രാം ബോട്ട് ഉണ്ടാക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബോട്ട് ഉണ്ടാക്കുന്ന കുറിച്ചിട്ട് ബോട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞിട്ട് മാത്രമേ നെക്സ്റ്റ് വീഡിയോ കണ്ടാൽ മതി, അല്ലാണ്ട് കണ്ടിട്ട് ഒരു ഉപകാരമില്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ബോട്ട് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് മലയാളത്തിൽ വരുന്ന ആദ്യത്തെ വീഡിയോ ആണ് ബോട്ട് ഉണ്ടാക്കുന്നതിൽ എങ്ങനെ പൈറോഗ്രാം ഉപയോഗിച്ചിട്ട് ബോട്ട് ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്കിതുവരെ വേറെ ഒരു വീഡിയോയും കണ്ടിട്ടില്ല. അതിനോടാണ് ഞാൻ പറഞ്ഞത് മലയാളത്തിലെ ആദ്യത്തെ വീഡിയോ ആണ്. എനിക്ക് വേറെ തമിഴിലും തെലുങ്കിലും ഇംഗ്ലീഷിലൊക്കെ കുറേ കണ്ടിരുന്നു. ഓക്കെ, മലയാളത്തിൽ ഇത് ആദ്യമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞാൻ വലിയ പ്രോ എന്നല്ല, ഞാനൊരു ന്യൂബാണ്. എനിക്ക് വെളിങ്ങനൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ പക്ഷേ ഇങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എന്തെന്ന് വെച്ചാൽ ബോട്ട് ഉണ്ടാക്കാം. ബോട്ട് ഉണ്ടാക്കിയിട്ട് ബോട്ടിലൊക്കെ കയറിയിട്ട് സ്റ്റാർട്ട് അടിച്ചാലും നിങ്ങൾക്ക് ബോട്ട് സ്റ്റാർട്ടാവും. ഹെൽപ്പ് അടിച്ചാൽ ബോട്ട് ഹെൽപ്പിൻ്റെ കമാൻഡ് വരും. പക്ഷേ ഹെൽപ്പിൻ്റെ കമാൻഡ് മാത്രമേ അതിൻ്റെയൊക്കെ ബട്ടൺ വരും. പിന്നെ സ്റ്റാർട്ട് അടിച്ചാൽ അതിൻ്റെയൊക്കെ പിക്ക് വരും. പിക്ക് നമുക്ക് എങ്ങനത്തെ കുറേ പിക്ക് വരണം, അതിൻ്റെയൊക്കെ എല്ലാം പഠിപ്പിച്ചു തരും. പക്ഷേ ഞാൻ വലിയ പ്രോ എന്നല്ല, ഞാൻ വലിയ പ്രോ എന്നായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ വലിയ പ്രോ എന്നല്ല, ഞങ്ങൾക്ക് ജസ്റ്റ് ബോട്ട് ഉണ്ടാക്കാൻ അറിയുന്നു മാത്രം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിൻ്റെ അല്ലാത്ത കുറേ കമാൻഡ്സൊക്കെ സെറ്റാക്കാൻ പറ്റും. ഓക്കെ, അവർ ഗ്യാരണ്ടി ഒക്കെ ഞാൻ തരാം എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടാൽ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ വീഡിയോ ആണ്. സെക്കൻഡത്തെ വീഡിയോ കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞുതരാം. സെക്കൻഡത്തെ വീഡിയോ ഒക്കെ ഫുള്ള് പ്രൈവറ്റ് ആയിരിക്കും, പബ്ലിക് ആക്കത്തില്ല. ഞാൻ ഒരിക്കലും പബ്ലിക് ഇപ്പൊന്നും ആക്കത്തില്ല. എനിക്ക് എൻ്റെ ഈ ചാനലിൽ 5K സബ്സ്ക്രൈബ് ആയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ പബ്ലിക് ആക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ അടുത്തോളം ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ അടുത്തോളം കാത്തിരിക്കണമായിട്ട്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെറിയൊരു പണി തരാം. ഓക്കെ, ചെറിയൊരു പണി, വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്ന് എടുക്കാം. എൻ്റെ ചാനലൊന്ന് എടുത്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കാം. നിങ്ങൾ കുറേ ബോട്ട് വെരിഫിക്കേഷൻ കണ്ടിട്ടുണ്ട്, ഹ്യൂമൻ വെരിഫിക്കേഷനാണ്. ഞാൻ തന്നെ വെരിഫിക്കേഷനാക്കി ഞാൻ തന്നെ നിങ്ങൾക്ക് ലിങ്ക് തന്നോളും. ഞാൻ നിങ്ങൾക്കൊരു ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് തരുന്നത്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിന് അവർ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ചാനലായിരിക്കും, ചിലപ്പോൾ ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ ആടെ പോയിട്ട് എന്താക്കുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഫോട്ടോ മാത്രം സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ ഞാൻ ഓൺലൈനിൽ വന്നിട്ടാകുമ്പോൾ ചിലപ്പോൾ വേറെ ആൾക്കാർ ലിങ്ക് ഉണ്ടാവും, ചിലപ്പോൾ ഓരോ ഓൺലൈൻ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്കറും ആ ഗ്രൂപ്പിൽ വരുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ അയാൾക്ക് മാത്രം വീഡിയോ കാണുന്ന പോലെ ആക്കിയിട്ട് ഞാൻ വെക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ട് 2 കാണാൻ സാധിക്കും. പാർട്ട് 2 എന്നല്ല, പാർട്ട് 3 പാർട്ട് 4 ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും, എല്ലാം കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ചെറിയൊരു പണിയാണ്, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ പാർട്ട് 2 കണ്ടാൽ മതി. അത്രയുള്ള എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ചാൽ ഇത് ചെയ്യേണ്ട. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ ചോദിച്ചായിരുന്നു. ഇപ്പോൾ അല്ല, ഈ ലാസ്റ്റ് ചോദിച്ചാൽ അതിൻ്റെ കാര്യം മുമ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് ബോട്ട് ഉണ്ടാക്കാൻ പഠിക്കേണ്ടതായിട്ട്. അപ്പോൾ ചെയ്യേണ്ട വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം ഫസ്റ്റ് വിചാരിച്ചു, പിന്നെ ചെയ്യേണ്ട വെച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്, പണിയില്ല എന്നല്ല. നിങ്ങൾ എൻ്റെ വീഡിയോ നേരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പണിയൊന്നും ഉണ്ടാകില്ല, ചെറിയ പണി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ബോട്ട് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ബോട്ടിൻ്റെ ലിങ്ക്, ഈ വീഡിയോത്തിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പാർട്ട് വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഒന്നും ഈ വീഡിയോ അപ്ലോഡ് ആക്കാൻ തോന്നുന്നില്ല, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടും തോന്നുന്നില്ല. ഇന്ന് ഞാൻ ജനുവരി 10 ഓക്കെ, 2022 ജനുവരി 10 ഇന്നത്തെ ഡേറ്റ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല, മൺഡേ ആയിട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ അതിൻ്റെ അപ്പുറം ഈ വീഡിയോ വരും, എന്നിട്ട് ആ വീഡിയോ വരും. അപ്പോൾ ആ വീഡിയോ പ്രൈവറ്റ് ആയിരിക്കും. കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തന്നാൽ മാത്രം മതി. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയേണ്ടത്, ചിലപ്പോൾ എനിക്ക് എന്തൊക്കെ അറിയുമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് എനിക്കറിയുന്ന ഫുള്ളും പറഞ്ഞു തരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എനിക്കറിയുന്ന ഫുള്ളും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാകാനും പോകുന്നില്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ബോട്ട് എങ്ങനെ ഉണ്ടാക്കാം, ബോട്ട് എങ്ങനെ സ്റ്റാർട്ട് അടിച്ചാൽ ടെക്സ്റ്റ് വരുന്നുണ്ടോ, ടെക്സ്റ്റിൻ്റെയൊക്കെ ബട്ടൺ എങ്ങനെ ഉണ്ടാക്കാം, ബട്ടൻ്റെയൊക്കെ ടെക്സ്റ്റും ബട്ടൺ മാത്രം പോരാ, അതിൻ്റെയൊക്കെ ഒരു പിക്ക് എങ്ങനെ സെറ്റാക്കാം, പിന്നെ അതിൻ്റെ ഇത് രണ്ടും നമുക്ക് പോരാ, ഒരു 4 സബ്സ്ക്രൈബും കൂടി എങ്ങനെ സെറ്റാക്കാം.
അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പിന്നെ കുറച്ച് ഫ്യൂച്ചറും സെറ്റാക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ ഫ്യൂച്ചർ, ചെറിയ ചെറിയ ഫ്യൂച്ചർ, എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ഫ്യൂച്ചറൊക്കെ ഇങ്ങനെ സെറ്റാക്കുന്നത് പറഞ്ഞുതരാം. ചെറിയ ചെറിയ ഫ്യൂച്ചർ, വെൽക്കം, പിന്നെ ഡൈനോ ചെക്കാക്കുന്നുണ്ട്, ഹീറോക്കിൻ്റെ ആ ഒരു ഓപ്ഷന്, അങ്ങനത്തെ ചെറിയ ചെറിയ ഫ്യൂച്ചറൊക്കെ ഇങ്ങനെ സെറ്റാക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ അല്ല, അതൊക്കെ കുറേ കഴിയും വീഡിയോസ്. ഓക്കെ, അടുത്തോളം വേറെ ഒരു വീഡിയോസും വരത്തില്ല ടെലഗ്രാം ബോട്ടിൻ്റെ. ചിലപ്പോൾ തന്നെ വരും, ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ബോട്ടിൻ്റെ വീഡിയോ ഒക്കെ വരും. അടുത്തോളം വരത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ, സ്കിപ്പ് ചെയ്യാണ്ട് നോക്കാം, അത്രയേ ഉള്ളൂ പറയാനുള്ളത്. എന്താ വെച്ചാൽ ചെറിയൊരു തെറ്റ് പറ്റെങ്കിൽ വലിയൊരു പ്രശ്നത്തിന് കാരണമാവും. തല്ലും കൂട്ടിയൊന്നുമല്ല കേട്ടോ. വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ ടെൻഷൻ അടിക്കുന്നുണ്ട്, ഇത് കടപ്പ തെറ്റിയത്. അത് എനിക്കുള്ളൊരു ഇതാണ്. ഞാൻ ഫസ്റ്റ് പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, എനിക്ക് കുറേ തെറ്റായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കുക വെച്ചാൽ ഫസ്റ്റൊക്കെ ബോട്ട് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് തെറ്റായിട്ടില്ല, എനിക്ക് ഏടെയും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആരോട് സഹായം ചോദിച്ചാൽ ആരും സഹായിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ കണ്ട വഴി എന്താ വെച്ചാൽ റിപ്പോർട്ട് ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും കൂടി 4K ഒന്നും കൂടി എഡിറ്റ് ആക്കാം. അങ്ങനെ എഡിറ്റിംഗ് ആക്കിയിട്ടാണ് ഞാൻ ഫസ്റ്റ് എഡിറ്റിംഗ് പഠിച്ചത്. സ്റ്റാർട്ട് മെസ്സേജ്, ഹെൽപ്പ് മെസ്സേജ്, അബൌട്ട് മെസ്സേജൊക്കെ. അപ്പോൾ ഇങ്ങോട്ട് പറയാനുള്ളത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ, വേറൊന്നുമില്ല ഇങ്ങോട്ട് പറയാൻ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് റണ്ണാക്കേണ്ടതിൻ്റെ 2 വഴി പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ആക്കുന്ന വഴി എന്ന് വെച്ചാൽ ഗിറ്റബാണ്. പിന്നെ അത് റണ്ണ് ചെയ്യാൻ യൂസ് ആക്കുന്നത് ഹീറോക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു വഴി യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ചെയ്യുന്നത് Python 3 എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ. ആപ്ലിക്കേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ വെച്ചിട്ടല്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഫുള്ള് പറഞ്ഞു തരുന്നത് ഗിറ്റബ് വെച്ചിട്ടാണ്. അപ്പോൾ ഗിറ്റബിൽ നമുക്ക് 2 തരത്തിൽ യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീടിന് ചെയ്യുന്ന ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. എന്താ വെച്ചാൽ സ്പേസ് വിടുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സ്പേസ് വിടുന്നത് ഞാൻ എഴുതിയിട്ടൊന്നും കാണിക്കത്തില്ല, ഞാൻ നേരെ പറഞ്ഞിട്ട് ഇത്ര സ്പേസ് വിടണമായിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരേപോലത്തെ കണ്ടൻറ്റ് 4-5 വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ചോദിച്ചു തരും, നിനക്കെന്താടാ നീ എല്ലാം ഒറ്റയടിക്ക് തന്നെ ഒരു വീഡിയോ ഇട്ടുവിടലിട്ട്. എന്താ വെച്ചാൽ അങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. ഫസ്റ്റിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സ്റ്റാർട്ടിൻ്റെ ഒരു ഇതില്ല. അപ്പോൾ അതിനെ എനിക്ക് 3 തരത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 തരത്തിന് ഒരു വീഡിയോ തന്നെ ചെയ്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അതിനോട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഓരോരോ വീഡിയോത്തിൽ ഓരോന്നാണ്. അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് മാത്രം കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തത് വരും. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 കാര്യം ശ്രദ്ധിക്കാം. പിന്നെ ചെറിയ എറർ വരുന്നുണ്ടാവും. അപ്പോൾ അത് ഹീറോക്കിൽ എറർ വരുന്നുണ്ട്. അപ്പോൾ ആ എറർ എങ്ങനെ ഫിക്സ് ആകാനായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോ തന്നെ പിടിച്ചിട്ടൊന്നും ഇതിലേക്ക് കിട്ടത്തില്ല. ആ വീഡിയോ പോയിട്ട് നോക്ക്, ഈ വീഡിയോ പോയിട്ട് നോക്കുക, അതൊന്നും ഞാൻ പറയത്തില്ല. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തെ വീഡിയോ ആണ് മലയാളത്തിൽ വരാൻ പോകുന്നത്, ബോട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും ഫ്യൂച്ചർ അറിയുന്നുണ്ടെങ്കിൽ അതിനും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഞാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഫ്യൂച്ചറിനെ കുറിച്ച് വീഡിയോ ഇടാം. അതൊന്നും ഇപ്പോൾ പറഞ്ഞുതരണ്ട. പിന്നെ നിങ്ങൾക്ക് ബട്ടൺ എഡിറ്റിങ്ങൾ അതിങ്ങനെ പഠിച്ചതിന് ശേഷം ഞാൻ ചെയ്തുതരാം. അതൊക്കെ സെറ്റാക്കുന്നത് ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകിച്ചിട്ടൊരു കാര്യം പറയാനില്ല. പിന്നെ വിമൻ വെരിഫിക്കേഷന് പറഞ്ഞിട്ട് പിന്നെ പറയാൻ വേറൊന്നുമില്ല. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പാർട്ട് 1 പറയാം, വേറൊന്നും ഇപ്പോൾ പറയാനില്ല. പിന്നെ ഞാൻ എങ്ങനെ റണ്ണാക്കുന്നതിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഗിറ്റബിൽ എങ്ങനെ ടെക്സ്റ്റൊക്കെ ചെയ്യുന്നതായിട്ട്. ഇപ്പോൾ ഞാൻ ഗിറ്റബിൽ ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഗിറ്റബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ടെക്സ്റ്റൊക്കെ എങ്ങനെ ആഡ് ആക്കുന്നതിന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗിറ്റബിൽ പ്രശ്നം വരുന്ന ഈ സ്പേസിൻ്റെ കാരണം നമുക്ക് Python 3 ഇങ്ങനെ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ ആ സ്പേസിൻ്റെ പ്രശ്നം വരത്തില്ല. അപ്പോൾ ഞാൻ ഗിറ്റബിലാണ് ഫുള്ള് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത് ഗിറ്റബാണ്. അപ്പോൾ ഞാൻ ഒരു കോഡ് പേസ്റ്റ് ചെയ്ത് പിന്നെ അവിടെ എൻ്റർ അടിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ലൈൻ അതിൻ്റെ തൊട്ട് താഴെ ലൈനിലാണ് വരുന്നുള്ളത്. ശരിക്കും അങ്ങനെ വന്നുകൂടാ, അങ്ങനെ വന്നാൽ എററാണ് അവിടെ. ഓക്കെ, അങ്ങനെ വന്നാൽ എററായിരിക്കും. നമുക്ക് അങ്ങനെ ശരിക്കും വന്നുകൂടാ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് വിടാണ്ട്, ആ സ്പേസ് വിടേണ്ട എത്രയും നമുക്ക് ഞാൻ പറഞ്ഞുതരും, വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ആ പ്രശ്നം നമുക്ക് ഫിക്സ് ആക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എത്ര സ്പേസ് വിടണമായിട്ട്. അപ്പോൾ 1 2 3 4 എണ്ണി വരും, ചിലപ്പോൾ 5 എണ്ണി വരും, ചിലപ്പോൾ 6 എണ്ണി വരും. ഇപ്പോൾ അത്ര എണ്ണെങ്കിൽ സ്പേസ് വിടാം. പിന്നെ 2 സ്പേസ് വിടണമെന്ന് പറഞ്ഞാൽ 1 2 അങ്ങനെ വിടണമെന്ന് പറഞ്ഞാൽ പിന്നെ 2 സ്പേസ് ഇടും. പിന്നെ കൂടുതൽ വിടാമെന്ന് പോകേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ജസ്റ്റ് ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ട് വിചാരിച്ചാൽ മതി, എന്നിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 സ്പേസ്, ഇവിടെ നമുക്ക് 3 സ്പേസ് വിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ 3ൻ്റേത് ഞാൻ വേറൊരു തരത്തിലാണ് ചെയ്യാറുള്ളത്. ഓക്കെ, വേറെ കുറച്ചും കൂടുതൽ സ്പേസ് ഞാൻ വിടാറുണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. സ്പേസ് നമുക്ക് ഇവിടെ കുറേ തരത്തിൽ സ്പേസ് ഇടാം.
അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എത്ര രീതിയിൽ നമുക്ക് സ്പേസ് വിടാനായിട്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ആകുന്ന എത്ര മെയിനായിട്ടുള്ള ഇത് സ്പേസിൻ്റെ ഇത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡെസ്ക് ടോപ്പ് സൈറ്റൊക്കെ ചെയ്യുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നല്ലൊരു പ്രശ്നമാണ്. ഇത് ഇവിടെ കാണുന്നില്ല, എനിക്ക് ഏറ്റവും ബാക്കിലൊക്കെ പോയിട്ട് ബാക്ക് പോകുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ ഫോണിൽ നേരെ ഉണ്ടാകും നിങ്ങൾ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഇട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാൻ ലാപ്ടോപ്പിൽ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പിൽ ചെയ്താൽ എൻ്റെ സ്ക്രീൻ റെക്കോർഡറിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, പിന്നെ നെറ്റിന് ചെറിയ നല്ല പ്രശ്നം വരുന്നുണ്ട് നെറ്റിൻ്റെ. എന്താ വെച്ചാൽ എനിക്ക് പി സിയിലേക്ക് എഡിറ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഒന്നുമില്ല, അതിനോണ്ട് ഞാൻ ഫോണിലേക്ക് തന്നെ സെൻഡ് ആക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് നല്ല പാടാണ്, അതിനോണ്ട് ഞാൻ ഫോണിൽ തന്നെ ചെയ്യുകയാണ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, പാർട്ട് 2 കാണാം. പാർട്ട് 2 വീഡിയോ കിട്ടാനായിട്ട് ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ടോ ഒന്ന് അയച്ചു തരാം. ഓക്കെ, എനിക്ക് 5K അടിക്കണമെങ്കിൽ എന്തൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം പറയാം, ഞാൻ വലിയ പ്രോ എന്നല്ല, ഞാൻ ചെറിയൊരു നൂബാണ്. ഓക്കെ, വലിയ എനിക്കറിയൊന്നുമില്ല. ഞാനിപ്പോൾ കുറേ ആൾക്കാരുടെ സഹായം ചോദിക്കുന്നുണ്ട്, എനിക്കത് പറഞ്ഞുതരാം ഇത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലുണ്ട ഈ ഒരു പ്രശ്നം തീർത്ത് നിങ്ങൾ ബട്ടൺ എഡിറ്റാക്കി തരുമോ അവിടെ ഇവിടെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ കുറച്ച് ടൈം എനിക്ക് തന്നാൽ മതി. എന്താ വെച്ചാൽ എനിക്ക് ശമ്പളം തന്നിട്ടൊന്നല്ല നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ടായിരുന്നുള്ളത്. ഞാനിവിടെ എനിക്ക് സൗകര്യം ഉണ്ടെന്ന് പറയുകയാണ് ഞാൻ വീഡിയോ ഇട്ടായിരുന്നുള്ളത്. ആരും കാരണം ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, വീണ്ടും കാണാം. ബൈ. 1, 2, 3, 4, 5, 6, 2, 8